Watch full episodes on Jio Hotstar. ഒന്നും നീ പതുക്കെ പോ. ഞാനങ്ങനെ പതുക്കെ പോവില്ല. എന്നെ കൊണ്ട് ഇനി പറ്റില്ല. നിക്കൂ, എന്റെ ബാറ്ററി 104% ഐസ്ക്രീം. നോക്കി കണ്ട് ഓടിച്ചോടിച്ചേക്ക. സോറി അങ്കിൾ. അങ്കിൾ, എനിക്കൊരു കോണൈസ് തരുവോ? വേഗം. ഇപ്പോഴല്ലേ നീ വീട്ടിൽ നിന്ന് വയർ നിറച്ച് കഴിച്ചു വന്നത്? ഈ യൂടി കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും പണിഷ്മെന്റ് കിട്ടും. എന്താ മോനെ? നിക്ക് രേവ, ആരെ അവിടെ നിക്കൂ. യൂടി, കുഴപ്പമില്ലല്ലോ. ബാറ്ററി ഫുള്ളും തീർന്നോ? അയാളെ കണ്ടില്ലേ, ഒരു ശ്രദ്ധയില്ലാതെ പോകുന്നത്. മൊബൈൽ അങ്ങനെ നോക്കിക്കൊണ്ട് ക്രോസ് ചെയ്യുവാ. ഹലോ, എടോ നോക്ക്, പുറകെ നോക്ക്. സൂക്ഷിക്കേ. ഹലോ, ശ്രദ്ധിക്കേ. എന്താണത്? ഓ നോ. ബേടാറാം. ഓഹോ, അതെ, ആരെങ്കിലും വണ്ടി ഒന്ന് നിർത്തണേ. അതെ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ഞാൻ പിടിച്ചു. ഏതോ എന്നെ ഇവിടുന്ന് പൊക്കി എടുക്കണോ ബേടാറാം. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ കൈ ഇപ്പൊ പിടിവിട്ട് പോകും. രക്ഷിക്കണേ, രക്ഷിക്കണേ, ശിവ. സാർ, ഞാൻ തീർച്ചയായും നിങ്ങളെ രക്ഷിക്കും. ശിവ വന്നല്ലോ, ശിവ വന്നല്ലോ. സിംഗ് സാർ, ഒന്നുകൂടി മുമ്പിൽ വരൂ. ഇത് ഞാൻ ഇവിടുന്ന് താഴേക്ക് വീണ പിന്നെ ഈ വേദാ സിറ്റിയിലെ ക്രൈമൊക്കെ ആരില്ലാതെയാക്കും. പറയൂ, ആരാണ് രക്ഷിക്കുക? രക്ഷിക്കൂ ശിവ, രക്ഷിക്കൂ. വന്നേ, വന്നേ, എന്റെ അടുത്തേക്കൊന്ന് വേഗം വന്നേ. കൈ തന്നേ. അവിടെ നോക്ക് രേവ, അയാള് കാരണമാണ് ഇത്ര സംഭവം ഉണ്ടായത്. ഒരു മൈൻഡും ചെയ്യാതെ മൊബൈലിൽ നോക്കി പോകുന്നത് കണ്ടില്ലേ? ഇയാളൊക്കെ എന്താ ചെയ്യാ? അൺബിലീവബിൾ. ആദ്യം വിട്ടേക്കുന്നേ, ഈ കാര്യം അങ്ങോട്ട് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നെഡു സിംഗിനെ ശിവ രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല കേട്ടോ. അതെ ശിവ, നീ ഇത് കണ്ടോ? നമ്മുടെ മുന്നിൽ ഒരു ട്രക്ക് വന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? എടോന്ന് മാറ്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ഡോണ്ട് വറി സിംഗ് സാർ, ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശരിക്കുള്ള സ്ഥലം ഞാൻ നോക്കുവാണ്. Guys, mission successful!
ഇന്ന് ടെൻഷൻ കാരണം ഞാൻ ഒരുപാട് കഴിച്ചു. നോട്ട് എ പ്രോബ്ലം. നിനക്ക് വേണ്ടി വെച്ച പകുതി ഭാഗം ഞങ്ങൾ ശിവ വീണ്ടും സാധിച്ചിരിക്കുന്നു. ശിവയെ സമ്മതിച്ചേ പറ്റൂ. ശിവ വീണ്ടും നഗരത്തെ രക്ഷിച്ചിരിക്കുകയാണ്. അതെ, വേഗം അകത്ത് വാ. നിന്റെ ഫ്രണ്ട് ശിവയെ ന്യൂസിൽ കാണിക്കുന്നു. പോലീസിന് സംശയമുണ്ട്. ഇന്നത്തെ അപകടത്തിന് കാരണം മൊബൈലിലുള്ള ഗാലക്സി വാർത്താണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതിനടിമയായിരിക്കുകയാണ്. ശരിക്കും രോഹിത്തേട്ടനെ പോലെ തന്നെ. രോഹിത്തേട്ടൻ എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും ടിവി കാണായിരുന്നു. നമ്മൾ അകത്ത് വന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ കാണുന്നേ. ചിലപ്പോ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോ അടുക്കളയിലായിരിക്കും. രോഹിത്തേട്ടാ, ഏട്ടാ, രോഹിത്തേട്ടാ. രോഹിത്തേട്ടന്റെ ഫോൺ ലെവൽ ഫെയിൽഡ്, ട്രൈ അഗൈൻ. പക്ഷെ ഈ രോഹിത്തേട്ടൻ എവിടെയായിരിക്കും ആദി, പോകുന്നത്? ടെൻഷൻ അടിക്കണ്ട. വരൂ, നമുക്ക് ഇവിടെ എല്ലാം അന്വേഷിക്കാം. കണ്ടുപിടിച്ചോ? ഇവിടെയും കാണുന്നില്ല. രോഹിത് ചേട്ടൻ ഇവിടെ എവിടെയും ഇല്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ടോ പോയത്? എന്താ ഇത്? താഴെ എന്റെ പൊട്ടുപോയി. ഇന്ന് എനിക്കൊരു തല്ലിപ്പൊളി ദിവസമാണല്ലോ. എന്താ പറ്റിയത് സാറേ? ലഡു സിംഗ് സാറേ, ആ ചെറുക്കനെ എല്ലാവരും മൂടൊന്ന് ഓഫാക്കി. അവനെ കണ്ടുപിടിച്ചോ നിങ്ങള്? അവന്റെ പേര് എന്റെ മുന്നിൽ പറയരുതേ. അവനെ ഏത് പോലീസിന് പിടിക്കാൻ പറ്റില്ലെങ്കിലും അവൻ ഏത് മൂലയിൽ പോയാലും ഞാൻ അവനെ പിടിച്ചിരിക്കും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരം പോയാലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോയാൽ അവിടുത്തെ ആൾക്കാർ പറയും, ലഡ്ഡു രോഹിത്തേട്ടന്റെ മൊബൈലിൽ എന്തോ ചെക്ക് ചെയ്യാറുന്നല്ലോ. അല്ല, ഇതെന്താ സംഭവിക്കുന്നേ? പെട്ടെന്ന് എങ്ങനെ എല്ലാരും കാണാതാവുന്നേ? എല്ലാവരും കാണാതാവുന്നതിലും ഈ ഗെയിമും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടനും ആദ്യം ഈ ഗെയിമിന്റെ ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനും ഈ ഗെയിം ലൂസ് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോ തെളിവ് കിട്ടിയാൽ. ബെസ്റ്റ് ഓഫ് ലക്ക് ശിവ. ആ, ഞാനിതെവിടെ എത്തിയത്? ഹലോ രേവോ, യുഡി, ക്യാൻ യു ഹിയർ മീ? രേവോ, യുഡി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ആദി, ആദി, ഞാനിവിടെ ഉണ്ടല്ലോന്ന്. ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഹലോ ശിവ, ഹലോ, എന്തെങ്കിലും പറയേ. ശിവ, ആൻസർ മീ. ഹലോ. അതെ സാറേ, എനിക്കറിയാം ഇതാരാ ചെയ്തതെന്ന്. ആരാണ്? ഭൂതമാണ്. എന്താ പറഞ്ഞ? ഭൂതമോ? ഭൂതം? സാറ് ഭൂതത്തിനോട് സംസാരിക്കണം. കുട്ടികളെ തിരിച്ചയക്കാൻ പറയണം. എന്താ പറഞ്ഞ? എടോ പേടാറാം, എനിക്ക് ഫോണിൽ പോലും ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് എങ്ങനെയാണോ ഭൂതത്തിനോട് സംസാരിക്കാൻ പറ്റുക? ശിവ ഇപ്പൊ എന്റെ കൂടെ ഇല്ലല്ലോ. ഭൂതം ചേട്ടാ, ഭൂതം ചേട്ടാ, സംസാരിച്ചേ മതിയാവോ സാർ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. രേവാണി കാണാതെ. ഭയങ്കര അപകടം പിടിച്ച സ്ഥലം തോന്നുന്നു. രേവി യൂടി ആ ഗെയിം കളിക്കാതിരുന്നാ മതിയായിരുന്നു. അല്ല, ഇതെന്താ? എന്താ സംഭവിക്കുന്നേ? ഇതെന്താ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നേ? അല്ല, ഇതെന്താ ഇത്? ഞാൻ എങ്ങോട്ടായി പോകുന്നേ? ഇതെന്താ താഴേക്ക് പോകുന്നത്? ഓ, എന്താ ചെയ്യാ? ഞാൻ എങ്ങോട്ടായി പോകുന്നേ? ഇതെന്തൊക്കെയത്? ഓ മൈ ഗോഡ്. ഇതൊക്കെ എന്താണ്? ഇതേത് സ്ഥലവാ?
ഇതൊക്കെ എന്താ? ഓ നോ! Subject ready for transformation. Help! Help! രക്ഷിക്കൂ എന്റെ അച്ഛാ. യൂഡി! ശിവ രേവ, എനിക്ക് വീട്ടിലേക്ക് പോണം, വിശക്കുന്നുണ്ട്. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുവാണ്? Did you all miss me? ആ, രേവ നീയും വന്നോ? നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? നിന്നെ അതിനെ ഞങ്ങൾ എങ്ങനെയാ ഒറ്റയ്ക്ക് വിടുക? കൂടാതെ നിന്റെ ഇയർഫോൺ കൂടി കണക്ട് ആവുന്നില്ലായിരുന്നോ? ഹലോ ആദി, കമിൻ ആദി കമിൻ. നമ്മുടെ ഇയർഫോൺസ് ഒക്കെ കണക്ട് ആവുമ്പോ പിന്നെ ആദിയുടെ ഇയർഫോൺസ് കണക്ട് ആവുമല്ലോ. ഇവനെന്താ ഒന്നും മിണ്ടാത്തെ? ശിവ, ഇതെന്താ? എവിടെയാ? പറ, എനിക്ക് പേടിയാവുന്നു ശിവ. ഡോണ്ട് വറി യൂഡി, ഒന്നും സംഭവിക്കില്ല. ഇവിടുന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റൂ. അതെ, ലഡ്ഡു സിംഗ് സാറും വന്നല്ലോ. ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. Dimension miscalculation detected. Extending pod. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. എല്ലാവരും ലേസർ കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാണ്. സ്വയം രക്ഷ നേടിയേ പറ്റൂ. ആ, ഷൂസ്. നിങ്ങളുടെ ഷൂസ് അഴിച്ച് തലയിൽ വെക്ക്. ലേസർ ഇഞ്ചക്ഷൻ നേരെ തലയിലാ വിടുന്നത്. എന്റെ തലയ്ക്ക് മീത തൊപ്പിയുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല. വരുന്നത് വരട്ടെ. Transformation complete. Disembark. കൊള്ളാം. അപ്പൊ എല്ലാരും ഹിപ്നോട്ടൈസ് ചെയ്യാണ്. ഗൈസ്, മറ്റുള്ളവരെ പോലെ ഹിപ്നോട്ടിസ്റ്റ് ചെയ്ത പോലെ അഭിനയിക്കണം, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. Copy that. യുഡി, നീ ക്യാരക്ടറായിട്ട് അഭിനയിക്ക്. ആക്ഷൻ. സോറി ബ്രോ. യൂഡി, ഓവർ ആക്ടിങ് ചെയ്യല്ലേ, പിടിക്കപ്പെടും. ചിലപ്പോ ആദ്യം ആ പ്ലെയിനിൽ കാണുമോ? എന്റെ അമ്മ, ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നേ? അകത്ത് പോ. ആദി, can you hear me? Come in, ആദി, come in. ഓ ഗൈസ്, ചിലപ്പോ ആദ്യം ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട് കാണും. അതുകൊണ്ടാ മറുപടി തരാത്തെ. ശിവ, ഞാൻ ആദ്യം കണ്ടു. ദേ, ആ ബസ്സിൽ ഇരിക്കുന്നുണ്ട്. അതിനടുത്ത് രോഹിതേട്ടനോട് ഇരിക്കുന്നു. പക്ഷേ ലഡ്ഡു സിംഗ് സാറിനെ എവിടെയും കാണുന്നില്ലല്ലോ. ആ ക്രാഫ്റ്റ് ടേക്ക് ഓഫിന് റെഡിയായി നിൽക്കുക. നമുക്കത് ഫോളോ ചെയ്തേ പറ്റൂ. പക്ഷേ ക്വിക്ക്, ഫോളോ മീ. ഈ
കോപ്പൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. എന്റെ അമ്മ. Bug detected. ശിവ ശിവ എന്തെങ്കിലും ചെയ്യേ. എനിക്ക് വിശപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. Bugs on the move. യുഡി നമുക്ക് ഇനി ആദ്യം വിടാൻ പറ്റില്ല. ലെറ്റ് മൂവ് ഫാസ്റ്റ്. എങ്ങനെ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കൈ പിടിക്കാൻ നോക്ക്. അവൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നമ്മുടെ ജോലിക്കാരെ എന്തിനാണ് അവൻ തല്ലുന്നത്? നിന്നോടാണ് ബോസ് ചോദിച്ചത്. സുപ്രീമോ MJ ഗ്രിഡിൽ ബഗ്സ് ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഡീബഗ്ഗിംഗ് തുടങ്ങിയിരിക്കുന്നു. ജീവോയുടെ പ്ലാനെ ഇല്ലാതാക്കുന്നവരെ അവൻ താവിട് പൊടിയാക്കും. തമാശയാണോ കാര്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാ ശിവ, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? വേറൊരു അപകടം വന്നിരിക്കുന്നു ശിവ. മമ്മി ഹെൽപ്പ്. Move forward. Move. 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 എത്രയും പെട്ടെന്ന് യുഡിയെ രക്ഷിച്ചേ പറ്റൂ. യുഡി കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. കുഴപ്പമില്ല. ശിവ നോക്കിയേ, ഇതിന്റെ വഴി അടഞ്ഞു പോവാൻ തോന്നുന്നു. നമുക്കും അവിടെയാണ് പോകേണ്ടത്. ഇത് എവിടേക്കാ പോണേ നോക്കാം. നമ്മുടെ സ്പേസ്ഷിപ്പ് ക്രാഷ് ആയി. ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ മാജസ്റ്റിക് കിങ് ആരാണ്? ആരാന്നല്ലേ ചോദിച്ചേ? അത് പിന്നെ മിൽക്കി വേയിലെ മഹാരാജ, ദ വൺ ആൻഡ് ഓൺലി MJ മൈക്കിൾ ജാക്സൺ. എടാ നീ എന്തോന്നാടാ ചെയ്യുന്നേ? മൈക്കിൾ ജാക്സൺ അല്ലടാ, മഹാരാജ ജീവയാണടാ. MJ സോബോട്ടിക്സ്, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ലെവൽ കുറയ്ക്കൂ വേഗം. വാർണിംഗ്, ഓക്സിജൻ ലെവൽസ് വളരെ കുറവാണ്. ആനിമൽസിനും ഹ്യൂമൻ ലൈഫിനും അപകടമായിരിക്കും. അഡ്വൈസ് കോഷൻ. ലോവറിംഗ് ഓക്സിജൻ ലെവൽസ്. ഈ മജസ്റ്റിക് ക്രിയേഷനിൽ ഒരു പോറല് പോലും പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ ക്രൈം.
സുപ്രീമോ MG, എന്റെ കയ്യിൽ ഒരു നല്ല വാർത്തയുണ്ട്. റെപ്ലിക്കേറ്റ് ചെയ്യാനായി ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബ്രെയിൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പറയാ. നമ്മളിത് റെപ്ലിക്കേറ്റ് ചെയ്തത് ഒരു സക്സസ് ആക്കി കഴിഞ്ഞാൽ സുപ്രീമോ MG നിങ്ങളെ റോബോട്ട്സിന് കിട്ടാൻ പോവാണ് ഇതുവരെ അവരുടെ കയ്യിലില്ലായിരുന്ന ഒരു വൺ മിസ്സിംഗ് ക്വാളിറ്റി, ദ പവർ ടു ഇന്നോവേറ്റ്. പിന്നെ അവരുടെ അൺമാച്ച്ഡ് പവർ ആൻഡ് ഈ സ്കില്ലും കൊണ്ട് ഈ ഗാലക്സിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും സുപ്രീം ആർമി നിങ്ങളുടേതായിരിക്കും ബോസ്. സാൽവോ ജീവ, പോയി പണി നോക്ക്. ഇനി എന്തിനാ സമയം പാഴാക്കുന്നേ? ക്ഷമിക്കൂ സുപ്രീമോ, പക്ഷെ പോകുന്നതിന് മുമ്പ് ആ ബ്രെയിനിന്റെ ഓണറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. കാണിക്ക. ഇല്ല, ഇവൻ ഗ്രിഡിന്റെ ഒപ്പം ഡെസ്ട്രോയ് ആയിട്ടുണ്ടാകോ. എന്ത്? പക്ഷെ ഇത് ആരാ ചെയ്തത്? ആ കുട്ടി ഇപ്പോഴും ജീവനോടുണ്ട്. ഞങ്ങൾ അവന്റെ ബ്രെയിൻ വേവ്സ് ട്രേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവന്റെ എക്സാക്ട് ലൊക്കേഷനും ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. വെരി ഗുഡ്. 29 മിനിറ്റും 59 സെക്കൻഡിനുള്ളിൽ അവൻ എന്റെ മുന്നിൽ ഇവിടെ വന്ന് നിന്ന് എന്നോട് ഹലോ പറഞ്ഞില്ലെങ്കിൽ അതായത് നീ നിന്റെ ജീവൻ വിടിയാൻ തയ്യാറായെന്നർത്ഥം. സാൽവോ ജീവ. മ്യൂസിക്. ഇതെന്താണ് ശിവ? എനിക്ക് പേടിയാകുന്നു. എന്നെ വിശ്വസിക്കൂടി. എനിക്ക് എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്തേ പറ്റൂ. നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോ നമ്മൾ എവിടെ എത്തിയത്? വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ആ റോബോട്ട്സ് എല്ലാം മനുഷ്യരെയും ആദ്യം കൊണ്ടുവന്ന സ്ഥലമായിരിക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗായ്സ്, എനിക്ക് ദേജാവു പോലെ ഫീലിംഗ് ആവുന്നു. ഈ ദേഗാവെന്ന് വെച്ചാ എന്താ? ബേജാവോ? അതായത് ശിവയ്ക്ക് നേരത്തെ ഇവിടെ വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന്. എന്നാ വീണ്ടും അടി കിട്ടി. നമ്മള് ചിലപ്പോ ആദ്യത്തെ ഹെഡ്ലിങ്സ് ആയിരിക്കും. ആക്ച്വലി ട്രാവൽ ടൈം. ലഡു സിംഗ് സാറ്, ലഡു സിംഗ് സാർ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താ ചോല് വെച്ച് തല്ലുന്നേ? ലഡു സിംഗ് സാർ, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? വാ, ഞങ്ങളുടെ കൂടെ വന്നേ. അല്ല, ഈ അലാറം എന്തിനാ ഇപ്പൊ അടിക്കാൻ തുടങ്ങിയത്? വാ, നമുക്ക് ഓടാം. കണ്ടോ? സർക്കസ് വരുന്നു. ഇതാ നിങ്ങളുടെ നഗരത്തിൽ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? ഇനി ഈ ചൂല് ഞാൻ നിങ്ങൾക്ക് തരില്ല. ശരിക്കൊന്നും വായിക്കാൻ പോലും പറ്റിയില്ല. തരില്ല, ഈ ചൂലിന് ഞാൻ തരില്ല. ഈ ലഡു സിംഗ് സാർ കാരണം നമ്മളെ റോബോട്ട്സ് കാണാം. Thank you. Hello friends, I am Cerebro and this is my friend Idea. നോക്കിയ ശിവ, സംസാരിക്കുന്ന റോബോട്ട്. ഐഡിയയുടെ സ്കാൻ റിപ്പോർട്ടിൽ അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ ട്രസ്റ്റ് വർതി ആണെന്ന്. ഇതിൽ യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷെ സംസാരിക്കുന്ന ഒരു മെഷീനെ നമ്മൾ എങ്ങനെയാ ശിവ ഇതിനെ വിശ്വസിക്കാൻ?
കാരണം നമ്മൾ എല്ലാവരും ഒരേ കാര്യം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ രക്ഷിക്കാനല്ലേ ഇവിടെ വന്നേ? നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പ് എക്ലിപ്സിന്റെ ഫ്രണ്ട്സിനെയും ഞങ്ങളുടെ മദർഷിപ്പിനെയും രക്ഷിക്കാൻ വന്നതാണ്. എക്ലിപ്സ് എനിക്കിങ്ങനെ വെറുതെ ചുറ്റി കറങ്ങണ്ട. പകരം എക്ലിപ്സ് ഗ്രൂപ്പിനെ പിടിക്കാനുള്ള ശക്തമായ ഫോർമുല കണ്ടുപിടിച്ചാ മതി. ഇത് എന്ത് തരം പസിലാണ്? ഈ പസിൽ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഞാൻ ആ ഹ്യൂമൻസിനെ സഹായിച്ചതാണ്, പക്ഷെ അവരെന്നെ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് റിബലിനെ കൂട്ടിപ്പിടിച്ചു. ഇത് ഒരുപാട് നാൾ നീടിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ആ റിബലിനെയും മദർഷിപ്പ് എക്ലിപ്സിനെയും ഡെസ്ട്രോയ് ചെയ്യും. അതിന് ശേഷം ഈ ജീവക്കെതിരായിട്ട് റിബൽ ചെയ്യാൻ പിന്നെ ആരും ആലോചിക്കില്ല. തീർച്ചയായിട്ടും ചെയ്യോ ജീവ. അവരുടെ പ്ലാനറ്റായ എർത്തിനെ ആരാണ് രക്ഷിച്ചതാ? ജീവയുടെ മെഷീനാണെന്നേ. ജീവ ഒരു സീവിയർ ആണെന്നേ. സാൽവോ ജീവ. മഹാരാജാവേ, നിങ്ങളിപ്പോ മിൽക്കിയിലാണ്. സുപ്രീമോ എംജെ. ഡോക്ടർ ട്വിസ്റ്റ്, കാത്തിരുന്ന് എനിക്ക് മടുത്തോ. ഐ നീഡ് ടു ഹിയർ ദ ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ നിന്നെ പിന്നെ ആക്കും ഡിഫ്യൂസ്. സുപ്രീമോ എംജി, നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡെന്നിന്റെ കംഫർട്ടിൽ നിന്ന് തന്നെ ഓപ്റ്റിക് ലേസർ റേസ് യൂസ് ചെയ്ത് ഏത് പ്ലാനറ്റിന്റെയും ഏത് സ്പേസ് ഷിപ്പിന്റെയും സേഫ്റ്റി ഷീൽഡ് പെനിട്രേറ്റ് ചെയ്ത് അതിന്റെ അകത്തുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും സുപ്രീമോ. മഹാരാജാവായ സാൽവോ ജീവ. സുപ്രീമോ എംജെ. ഇനി ഏത് പ്ലാനറ്റിനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്? ചൂസ്. അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാ റൈറ്റ്. സുപ്രീമോ എംജെ ലെഫ്റ്റ്. വിടിൽ, നീ ചൂസ് ചെയ്തിരിക്കുന്നത് എക്ലിപ്സിനെയാണ്. എടാ പസിൽ, നിന്റെ ചോയ്സ് എന്തെന്നാൽ എക്ലിപ്സ് അഗൈൻ. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ക്യോപ്ട്രിക്സ് ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. എക്ലിപ്സ് ഗ്രൂപ്പിന്റെ മദർഷിപ്പ് ഫിനിഷ്. 2120 ആൾ റെവല്യൂഷന്റെ സമയത്ത് ഹ്യൂമൻസിന്റെ ക്രൂവൽറ്റിന്ന് രക്ഷപ്പെടാൻ ആനിമൽസ് മഷീനോടൊപ്പം ഹ്യൂമൻസിനെ തോൽപ്പിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പ് എക്ലിപ്സ് ഇസ് ദ ലാസ്റ്റ് ഓഫ് ദ റീബൽസ്. ഞങ്ങൾ ഹ്യൂമൻസിനെ അവരുടെ വീട് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അധികം സമയമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ റെവല്യൂഷൻ 4 വർഷം മുമ്പാണ് ഉണ്ടായേ. എന്ന് വെച്ചാൽ ഞാൻ വായിച്ച ആ പോസ്റ്ററിൽ ഇയർ 2124 ശരിയായിരിക്കുന്നല്ലോ. 2124. രേവ, ഇതിലെന്താ സന്തോഷിക്കാനുള്ളത്? പറ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മോർ ദാൻ 100 ഇയേഴ്സ് ദൂരെയാ. പക്ഷെ നമ്മൾ ഒരുപാട് മനുഷ്യരെ കണ്ടു കഴിഞ്ഞല്ലോ. ഇവിടെ അധികം ഹ്യൂമൻസ് ഇല്ലാത്തത് കൊണ്ട് അവരെ പാസ്റ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. എന്നാലേ അവരുടെ ബ്രെയിൻസിനെ സ്റ്റഡി ചെയ്ത് ജീവിക്ക് പുതിയൊരു ബ്രെയിൻ ഉണ്ടാക്കാൻ കഴിയും. അത് വെച്ച് റോബോട്ട്സിന് പവർ ഓഫ് ഇന്നോവേഷൻ ചെയ്യാൻ കഴിയും. അപ്പൊ അതിനുശേഷം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കോ? അവർ വർക്കേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടുത്തെ ലോ ഓക്സിജൻ ലെവൽ അവരെ തകർക്കുന്നത് വരെ. എന്നിട്ട് അതിനുശേഷം എല്ലാവരെയും അറസ്റ്റ് ചെയ്യൂ. ഓടിക്കോ ഗായ്സ്, ആ മെഷീൻ നമ്മളെ പിടിക്കാൻ പാടില്ല. ലഡു സിംഗർ ആ ചോല് മുറുക്കെ പിടിച്ചിരിക്കുക. ഒരു പിടിയിട്ട കള്ളനാണെന്ന പുള്ളി വിചാരിച്ച്. ദാ അവിടെ അവിടെ ആ ലൈനിലേക്ക് പോവാം. ചിലപ്പോ നമുക്ക് അവിടുന്ന് പുറത്തു കിടക്കാനായെങ്കിലോ എന്ന് വിചാരിക്കുന്നു. ശിവ, നമ്മളെല്ലാരും പിരിഞ്ഞാലേ പറ്റൂ. യുഡി, നീ സെറിബ്രോ, ഐഡിയ, ലഡു സിംഗിനെയും കൂട്ടി ലെഫ്റ്റ് ഭാഗത്തേക്ക് പോകണം. പിന്നെ രേവ, നീ റൈറ്റിലേക്ക് വയ്ക്കോ. വേഗം ഓട്. ശരി, വേഗം ഔട്ട്. ശരി. ആ പറകെ വിളിക്കേ. അവരെ ചോലി വെച്ച് ശരിയാക്കാം. ആ രോബോട്ട്സ് ഇങ്ങനെ വരട്ടെ. ശരി യുഡി.
സോറി ലഡ്ഡു സിംഗ് സാർ. എന്റെ അമ്മോ, ദേ വീണ്ടും വന്നു. ഓടിക്കോ. ശിവ ശിവ, ഞാൻ എവിടെയാണെന്ന് പറ. ഞാനേ നമ്മുടെ വേദാസ് പോലെ ഒരു സ്ക്വയർ സ്ഥലമുണ്ട്, അവിടെയാ. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഇതെന്താ സംഭവിക്കുന്നേ? നമ്മൾ എവിടെയാ പോകുന്നേ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഓഹോ യുഡി, കാം ഡൗൺ. ആദ്യം കുറിച്ച് ആലോചിക്ക്. യുഡി, ലഡ്ഡു സിംഗ് സാർ എവിടെ പോയി? സോറി ഗൈസ്, റോബോട്ട്സുമായി വഴക്കിട്ടപ്പോൾ പെട്ടെന്ന് കാണാതായി. ഞാൻ രക്ഷിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ പെട്ടെന്ന് ബാക്കപ്പ് മെഷീൻസ് വന്നു. ഇറ്റ്സ് ഓക്കേ യുഡി, നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ഒന്നിച്ച് തന്നെ പോവുകയുള്ളൂ. ബട്ട് നൗ ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. എന്തിനാണ് നിന്ന് കളഞ്ഞത് മെഷീനേഴ്സ്? വരൂ വരൂ വരൂ. ഈ മിൽക്കി വേ എന്റെ സ്വന്തമാകാൻ പോവുകയാണ്. പക്ഷെ എന്റെ ആർമികൾ ഗാലക്സി മുഴുവനും തമാശ കാണിച്ചു നടക്കുക. സൂപ്രീമോ എംജെ, സൂപ്രീമോ എംജെ, ചിലപ്പോ നിങ്ങളുടെ പവറിന്റെ സാമ്പിള് കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യാനുള്ള സമയം എത്തേ. എന്താ പറഞ്ഞേ? ബാസ്, അത് വെറുതെ. This will be fun. എന്റെ സ്പേസ് ക്രാഫ്റ്റ് റെഡിയാക്ക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇത് ഏത് സ്ഥലമാണ്? യുഡി, ഇത് ജോണങ്ങളുടെ ഗരാജ് പോലെ ഉണ്ടല്ലോ അല്ലേ? 2000 നിന്ന് 2025 വരെ ഇത് ജോൺ ബ്രഗാൻസയുടെ ഗരാജ് ആയിരുന്നു. പക്ഷേ ഇപ്പോ ഇത് ജീവയുടെ ക്യാപിറ്റൽ വേദ സിറ്റിയുടെ ഡംപിംഗ് ഗ്രൗണ്ട് ആണ്. എന്താ പറഞ്ഞേ? വേദ സിറ്റി? അതിശയിക്കാനില്ല, നമുക്ക് ഈ വഴി നേരത്തെ അറിയാം. നമ്മള് വീട്ടിലായിട്ടും ഇപ്പൊ വീട്ടിലല്ല. ഇതിപ്പോ കൂടുതൽ സ്ട്രേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ, നീ ആ മെഷീനോട് ഫൈറ്റ് ചെയ്തില്ലേ? ദാറ്റ് വാസ് ഓസം. നമ്മള് സക്സസ്ഫുൾ ആകണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അതിനെ ജീവയെ നമ്മൾ തോൽപ്പിക്കണം. പക്ഷേ ജീവയെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വേദ സിറ്റിയുടെ മുകളിൽ സ്പേസില് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉണ്ട്. അതായത് EMP ട്രിഗർ ചെയ്തിട്ട്. അപ്പൊ EMP എന്ന് വെച്ചാൽ എന്താണത്? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പവർഫുൾ വേഴ്സ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ്. അതുകൊണ്ട് മെഷീൻസിന്റെ സർക്യൂട്ടിനെ ഡാമേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ എങ്ങനെ ഇത് ട്രിഗർ ചെയ്യാ? ഹ്യൂമൻസ് EMP ട്രിഗർ ചെയ്യാനുള്ള വെപ്പൻസ് സ്പേസ് സാറ്റലൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ ഇൻവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ. ജീവയ്ക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ EMP ട്രിഗർ ചെയ്യാനുള്ള റിമോട്ടിനെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മെട്രോ സ്കൈയിലെ ഒരു ഹൈ സെക്യൂരിറ്റി റൂമിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മുമ്പേ വന്ന മനുഷ്യര് ജീവയുടെ അടുത്ത് തോറ്റാൽ അവർക്ക് EMP ട്രിഗർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാനാ? ഒരു വെൽ വിഷറുടെ സഹായത്തോടെ നമുക്ക് മെട്രോ സ്കൈയിലെ ആ ഹൈ സെക്യൂരിറ്റി റൂമിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ആസ് വി സ്പീക്ക് മദർഷിപ്പിലെ എന്റെ ഫ്രണ്ട്സ് അതിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഒന്നിച്ചു നിന്ന എനിക്ക് ഉറപ്പാണ് നമ്മൾ രണ്ടുപേരുടെ മിഷൻ സക്സസ്ഫുൾ ആകും. എന്നിട്ട് പിന്നെ എക്ലിപ്സിന്റെ ലീഡർഷിപ്പിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരുമായിട്ട് Earth 2020ലേക്ക് മടങ്ങി പോകാം. ഡു വി ഹാവ് എ ഡീൽ? Guys, something is not right here. ജീവ റോബോട്ടിന് വേണ്ടിയാ വഴക്കിടുന്നേ. സെറിബ്രോ ഈസ് എ റോബോട്ട്. പിന്നെ എന്തിനാ അവർക്കെതിരായി നിൽക്കുന്നേ? കാരണം ജീവ അത്രയ്ക്ക് പവർ ഹംഗ്രിയാണ്. അവനെ സഹായിച്ച ആൾക്കാർക്കെതിരെയാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത്. ഹ്യൂമൻസിന് ശേഷം ഇപ്പോ ആനിമൽസും റോബോട്ട്സിന്റെ പഴയ മോഡൽസിനെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കും.
നമ്മുടെ മിഷന്റെ സക്സസ്ഫുൾ എക്സിക്യൂഷന് വേണ്ടി നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റും എക്സലന്റ് പൈലറ്റിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഐ നോ ജസ്റ്റ് ദ മാൻ. ഇൻഫാക്ട് അയാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് മൂൺ ഡൈനറില്. സോറി, പക്ഷെ നിങ്ങൾക്കറിയാമോ ബ്ലേസിന്റെ മൂവിംഗ് ഡാർട്സ് എന്ന ഗെയിമിൽ തോറ്റിട്ട് നീ എന്താ ചെയ്തെന്ന്? റിലാക്സ്, ഞാൻ നിന്റെ പേയ്മെന്റ് എന്തായാലും തന്നിരിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും പൈലറ്റിനെ ഏർപ്പാടാക്കിക്കോളൂ. ഞങ്ങൾ ഡബിൾ പേയ്മെന്റ് ആണ് ചെയ്തത്, കാരണം ഈ മിഷൻ ടോപ്പ് സീക്രട്ട് ആണ്. ഞങ്ങൾക്ക് കഴിവുള്ളതും ട്രസ്റ്റ് വർതി പൈലറ്റ് ആണ് വേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ ബ്ലേസിനെ ജയിക്കാൻ സാധിക്കുമല്ലോ. ഇത് സംസാരിക്കോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ബ്ലേസിനെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നോട്ട് ഫോർ മീ. ഇതെങ്ങനെ സംഭവിച്ചു? പ്ലെയിൻസിനെ തോൽപ്പിച്ചതും പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ കാണിച്ച മണ്ടത്തരത്തിന്റെ ഫലമാണിത്. നോക്ക് ശരി ബ്രോ, ഈ റോബോട്ട്സിന്റെ ഗെയിംസിൽ വർക്കേഴ്സിനൊക്കെ കളിക്കാൻ സാധിക്കോ? എന്ത്? ആർ യു ഷുവർ? ഇതിനേക്കാളും നന്നായിട്ട് എന്റെ ഈ പരിക്കേറ്റ കൈ കൊണ്ട് ഞാൻ കളിക്കും. ഇല്ല, ഇവൻ തന്നെ ആയിരിക്കും കളിക്കുന്നേ. നിന്റെ കയ്യില് ബെറ്റ് വെക്കാൻ മാത്രം വല്ലതും ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൂസേഴ്സ് ആരാണെന്ന്. അല്ല, നിങ്ങൾ ഹ്യൂമൻസിന്റെ കൂടെ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണോ? ഇത് ആദ്യത്തെ റോബോ ആയിരിക്കും. സ്വയം അവന്റെ നഷ്ടം കാണാൻ ആഗ്രഹിക്കുന്നു. ചാമ്പ്യൻസ് എപ്പോഴാണോ മനുഷ്യന്മാരെ കണ്ട് പേടിച്ചത്? ഞാൻ ലൂസേഴ്സിനോട് സംസാരിക്കാറില്ല. ചാമ്പ്യൻ ആണെന്ന് സ്വയം പുകഴ്ത്തുന്ന ആൾക്ക് കളിക്കാൻ മാത്രം എന്താ ഇത്ര പേടി? വിയർഡ് റോബോ, യു ഗോട്ട് എ ഡീൽ. എന്നാൽ ഈ ബോട്ടിനോടൊപ്പം നിനക്കും എന്റെ സ്ലേവായി മാറേണ്ടി വരും. പക്ഷേ ഞാൻ ജയിച്ച നിന്റെ റോളർ ബ്ലേഡ്സ്, നിന്റെ സ്പേസ് ടക്സ് എന്റേതായിരിക്കും. എന്നാ ശരി. കുറിക്ക് തന്നെ കൊണ്ടിരിക്കുന്നു. അടിപൊളി. Come on, Shiva. Come on. Come on. Yeah. ഓ നോ, എല്ലാം കയ്യിന്ന് പോയല്ലോ. എന്താ നീ ചെയ്യുന്നേ ശിവ? നിങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കോളൂ എന്റെ സ്ലേവ് ആകാൻ. Okay, nice shot, nice shot. Oh no! Oh yes! ആയി നല്ല മണം. ആദി, ആദി വാ, എന്റെ കൂടെ അങ്ങോട്ട് പോവാം. കമോൺ മനുഷ്യ, നിനക്കത് ചെയ്യാൻ പറ്റും. ഹിറ്റ് ദി ബ്ലൂ ബുൾസ് ഐ. അങ്ങനെ ചെയ്താൽ നിനക്ക് 1000 പോയിന്റ്സുമായി ഓട്ടോനെ തോൽപ്പിക്കാം. മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ. come on Shiva. Yeah. Come on Shiva, come on. ഉന്നം വെക്ക്. ഫുൾ ഫോക്കസ്. ഹലോ ആദി. Destination arrived. Showtime.
ശിവ ഹിംസെൽഫ്. ഇവനെവിടെ പോയി? Come on, Newman. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് ബ്ലേസിലേക്ക് ചെല്ലൂ. ഇല്ല, ശിവയെ തനിച്ചാക്കിട്ട് ഞങ്ങൾ എങ്ങോട്ടും വരില്ല. നിങ്ങളുടെ ഈ ജീവൻ ആപത്തിലാക്കിയിട്ട് നിങ്ങൾ ശിവയ്ക്ക് ഒരു സഹായം ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം ശിവനെ രക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം. നീ എന്നെ നേരിടാറായോ? എന്റെ വഴിന്ന് മാറിപ്പോ. ഐഡിയ ഐഡിയ ശിവ ക്യാച്ച്. ഐഡിയ യുഡി, രേവ, ഐഡിയക്ക് പരിക്ക് പറ്റി. അവനെ എടുത്തുകൊണ്ട് നിങ്ങൾ വേഗം ബോസിന്റെ സ്പേസ്ഷിപ്പിലേക്ക് പോകൂ. ലീവ് നൗ. Come on, Ghost. ശിവ, ഞങ്ങൾ പ്ലേസിലെത്തി. നീ പെട്ടെന്ന് വാ. ഓക്കേ രേവ. കുറെ നേരമായി നീ എന്നെ കബളിപ്പിക്കുന്നു. ഇനി നോക്കിക്കോ. ശിവ സുപ്രീമോ ബ്ലേസിന്റെ ടാർഗറ്റിൽ തന്നെ ഉണ്ട്. ഫയർ ചെയ്യാനായിട്ട് ഓർഡർ തരൂ. വേണ്ട, ഡോണ്ട് ഫയർ. അവൻ എനിക്ക് ജീവനോട് ആവശ്യമുണ്ട്. വേഗം ചെന്ന് അവനെ പിടിക്കാൻ നോക്ക്. വിഷമിക്കല്ലേ സെലിബ്രോ, ഐഡിയക്ക് ഒന്നും ഉണ്ടാവില്ല. ഗ്രോസിന് അറിയാം എങ്ങോട്ടാ പോകണ്ടേന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐഡിയ ഇവൻ ശരിയാക്കി എടുക്കും. At your service, madam. ഗോസ്റ്റ്, നീ ഒരു അറിയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിരുന്നില്ലേ? What do you mean? ഒരു മികച്ച പൈലറ്റ് എന്നുപരി ഞാൻ നല്ലൊരു സയൻസ് സ്പെഷ്യലിസ്റ്റും കൂടി ആണ് കേട്ടോ. ആരും വിഷമിക്കണ്ട. ഐഡിയ ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. എങ്ങടാ മോനെ? എന്റെ ഈ മാഗ്നറ്റിക് ഡിസ്ക് ചാർജ് ചെയ്യാൻ പോവുക. ആൻഡ് ടു ചെക്ക് ഓൺ ഐഡിയ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഈ മാഗ്നറ്റിക് ഡിസ്ക് കൊണ്ട് എന്താ പ്രയോജനം? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. വെൽ സെറിബ്രോ, നീ ഈ ബ്ലേസിലുള്ള കാര്യം നിന്റെ മദർഷിപ്പിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. Incoming video call from the Phoenix. ആ, Huh? Cerebro,
ഐഡിയ എങ്ങനെയുണ്ട്? ഗോസ്റ്റ് ശ്രമിക്കുന്നുണ്ട് ടു ഫിക്സ് ഹിം. That's good. But I have some bad news. ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഞങ്ങൾക്ക് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെട്രോ സ്കെയിൽ നിന്നും ഞങ്ങളുടെ വെൽവിഷർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓപ്റ്റിക് ലേസർ അടുത്ത 2 മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യത്തെ ടാർഗറ്റിലേക്ക് ഫയർ ചെയ്യാൻ റെഡിയാകുമെന്ന്. എന്താ? ഞാൻ എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ, അല്ലെങ്കിൽ ജീവ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. ഈ ഓപ്റ്റിക്സ് എന്താണ് സെറിബ്രോ? ഓപ്റ്റിക്സ് ഒരു ഹൈ പവർഡ് ലേസർ ആണ്. ഇതുപയോഗിച്ച് ജീവ ഏതെങ്കിലും ഒരു പ്ലാനറ്റും സ്പേസ് ഷിപ്പിനെ അവന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. വീണ്ടും അപകടം വരുന്നേ. എനിക്ക് ആ കോർഡിനേറ്റ് മെസ്സേജ് വായിക്കാൻ പറ്റുമോ? അതായത് EMP ട്രിഗർ റൂംസിന്റെ കോർഡിനേറ്റ്സ്. ഈ മെസ്സേജ് സീസർ സൈഫർ ടെക്നിക്കില് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുക. ഇത് വളരെ പഴയ ടെക്നിക്കാണ് മെസ്സേജിനെ ക്രാമ്പിൾ ചെയ്യാനായിട്ട്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 ലെറ്റർ ഫോർ അനദർ കോറസ്പോണ്ടിങ് ടു എ പ്രീ ഡിസൈഡിന് വേണ്ടി. ഈ മനുഷ്യനെയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. വെൽക്കം ടു ദി വാസ്റ്റൻ. മനുഷ്യ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ എന്റെ എംപയറിൽ നിനക്കൊരു ഭാഗമാകാൻ അവസരം തരുന്നു. നീ എനിക്ക് ചെയ്യേണ്ട ഒരേ കാര്യം ആ ചെറുക്കന്റെ വീക്ക്നെസ് പറഞ്ഞു തരൂ. ഇവൻ ആ ഫോട്ടോ നോക്കിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവന്റെ മെമ്മറി റിക്കവർ ചെയ്യുന്നത്? മനുഷ്യ, എനിക്ക് ഇവനെ വിട്ടേക്ക്. ഇനി ആരും ഇവനെ പിടിക്കേണ്ട ആവശ്യമില്ല. ലേസേഴ്സ് മനുഷ്യന്റെ അകത്ത് പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് ഉണ്ടാക്കിയത്. മൈൻഡും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബോഡിയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ എണിപ്പിക്കും മണ്ടന്മാരെ. പക്ഷെ ആരും ഇവനെ തൊടാൻ പാടില്ല. സുപ്രീമോ MJ, നിങ്ങളെ സഹായിക്കാതെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വാവ് ശിവ, ഇത് നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ. നീ എത്ര പെട്ടെന്ന് ആ കോഡിനെ ട്രാക്ക് ചെയ്തിരിക്കുന്നേ? സീക്രട്ട് മെസ്സേജ് അയക്കാനായിട്ട് സീസർ സൈബർ വളരെ പഴയ കോഡാണിത്. ജൂലിയസ് സീസർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം +3 ടു ദി റൈറ്റ്സ് കോഡിൽ നിന്നും സ്വന്തം മെസ്സേജസ് സ്ക്രാമ്പിൾ ചെയ്യുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓരോ ലെറ്ററും റൈറ്റിലുള്ള 3rd ലെറ്ററിനെ റീപ്ലേസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് A D ആക്കും. അങ്ങനെ തുടരുന്നു. ആഹാ, അപ്പൊ ചിലപ്പോഴൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ പോലും ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്ന രീതിയിലാക്കും. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആൻസർ വന്ന് വളരെ എളുപ്പമായിരിക്കുമെന്ന് അല്ലേ? ഞാൻ ഉറപ്പിച്ചു പറയാ, കോഡ് ഉണ്ടാക്കിയ ആള് ഈ ലോജിക്ക് തന്നെയായിരിക്കും അപ്ലൈ ചെയ്തത്. ഐഡിയ ഇപ്പൊ നിനക്ക് ശരിയായോ? താങ്ക് ഗോഡ്. താങ്ക് ഗോഡ്. സീരിയസ്ലി, ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആൾക്ക് ഒരു താങ്ക്സും ഇല്ലല്ലോ. മനുഷ്യന്മാരൊക്കെ എന്ത് ചീപ്പാ. ഇപ്പൊ നിനക്കും താങ്ക് യു ടു യു. താങ്ക് യു ശിവ. നീ പറഞ്ഞ കോർഡിനേറ്റ്സ് അനുസരിച്ച് ട്രിഗർ റൂം മെട്രോസ്കേയുടെ വെസ്റ്റ് വിങ്ങിലാണ്. ഈ റൂമിന്റെ അടുത്തുള്ള കോറിഡോർ ഷ്രിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. അതിലൂടെ പോകുന്ന ആൾക്കാരെ അത് തവിടുപൊടിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടം വരെ എത്താൻ ഹൈ ക്യാപ്സ്യൂൾസിന്റെ ആവശ്യമുണ്ട്. അത് ഈസ്റ്റ് വിങ്ങിലാണുള്ളത്. ഓൾ ദി ബെസ്റ്റ്. ശിവ, ഇത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. അതേ ഉടി, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻസ്, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള കൂടുതൽ ചാൻസ് എന്താണെന്ന് വെച്ചാൽ എയ്റോപ്ലെയിനിൽ നിന്നും പാരഷൂട്ട് ഇല്ലാതെ ചാടുമ്പോഴാണ്, ആസ് കമ്പയർ ടു അവർ ചാൻസസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ത്രൂ മെട്രോസ്ക. നിങ്ങളൊക്കെ എർത്ത് വിട്ട് വരുമ്പോൾ ഐ എം ഔട്ട്. എങ്ങനെയാണോ ബ്ലേസിലെ ഇൻവിസിബിൾ ഷീൽഡ് കുറച്ച് സമയത്തിനകം ഡിസ്ചാർജ് ആകുന്നത്, ആ മിഷൻസ് ഒക്കെ നമ്മൾ തീർച്ചയായും പിന്തുടരും. നിങ്ങളെല്ലാരും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ രക്ഷപ്പെടും. അത് തന്നെയാണ് എന്റെ പ്ലാൻ ഗായ്സ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകാൻ റെഡിയല്ലേ? ഹോൾഡ് ഓൺ ടൈറ്റ്. ഹിയർ വി ഗോ.
ഞാൻ യൂണിവേഴ്സ് മുഴുവനും അന്വേഷിച്ചു, അവനെ കിട്ടിയില്ല. അവനെ ബ്ലാക്ക് ഹോൾ എങ്ങാനും വിഴുങ്ങി കാണുമോ? അവൻ എവിടെ പോകാനാണ് സാധ്യത? എങ്ങനെ കണ്ടുപിടിക്കും? ചീഫ്, അവരെ കണ്ടുപിടിച്ചോ? എല്ലാ ഫോഴ്സിനെയും കൊണ്ടുപോകൂ ആൻഡ് ബ്രിങ് ദം ബാക്ക്. നമ്മളെന്തിനാ എങ്ങോട്ട് വന്നേ? എനിക്ക് ഓർമ്മയില്ലല്ലോ സാറേ. നിങ്ങൾ അവരെ പിടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വേഗം ചെല്ലൂ. വേണ്ട. എനിക്കിനിയും പുതിയ ആർമിയെ വേണം. ഈ മെഷീനുകൾ ശരിയല്ല. ഒരു ചെറിയ ആൺകുട്ടിയെ പിടിക്കാൻ പറ്റാത്തവന്മാര്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മജസ്റ്റിക് ആകാൻ പോകുന്നത് ആരാണ്? ആരാ? ആർക്കറിയാം? ആരാന്നല്ല ചോദിച്ചത്. മിൽക്കി വേയിലെ മഹാരാജാവായ ഓൺ ആൻഡ് ഓൺലി MJ. സാൽവോ ജീവ, കുറ്റവാളികൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഓ കാണട്ടെ. ഓ, ആ ചെറുക്കൻ എവിടെ? അവൻ നിങ്ങളെ വീണ്ടും പറ്റിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു. ബഗ്ഗിൽ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് സാധ്യമാകുമെന്ന്. ഹൈ സ്പീഡ് ക്യാപ്സ്യൂളിന്റെ വളരെ അടുത്തെത്താറായി നമ്മള്. കോഡ് ഡയൽ ചെയ്ത് സ്റ്റോർ തുറക്ക്. കോഡ് കൺട്രോൾ റൂമിലായിരിക്കും കിട്ടുക. ഓ നോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കോസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നേ? ശിവ, ഈ മിഷൻസിനൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എത്രയും പെട്ടെന്ന് ക്യാപ്സൂൾസിന്റെ അടുത്ത് റൺ ഫാസ്റ്റ്. പക്ഷേ നിങ്ങള് ശിവ, ഞാൻ ഗോസ്റ്റിനെ സഹായിക്കാം. യു ഗോ. വേഗം അവനെ പിടിക്കൂ. വേഗം വരൂ ഗൈസ്. റൺ ഫാസ്റ്റ്. വരൂ മിഷൻസ്. ശിവ, ദേ അതാണ് ക്യാപ്സ്യൂൾ. പക്ഷേ അവിടേക്ക് എങ്ങനെയാ നീ പോവാ? എനിക്ക് ഉറപ്പുണ്ട് ക്യാപ്സൂളിന്റെ അടുത്തേക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലാന്ന്. ശിവ, കുറ്റവാളികൾ കുടുങ്ങിയിരിക്കുന്നു. വേഗം ഇവരെ പിടിക്കൂ. വേഗം ആ ബ്രിഡ്ജിന്റെ സ്വിച്ച് ഓഫ് ചെയ്യൂ.
ഐഡിയ, സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ഈ പ്രാവശ്യം നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല. ഐഡിയ, ജീവയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വേഗം ചെന്ന് മറ്റുള്ളവരുടെ കാര്യം നോക്കിയാ മതി. വേഗം ചെല്ല്. ഇവന്റെ ബ്രെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റോബോ ഡ്രൈവ് ഉപയോഗിച്ച് മുഴുവൻ യൂണിവേഴ്സും കൈക്കലാക്കാവുന്നതാണ്. ഇതെങ്ങനെ തുറക്കുക? ശിവ, ശിവ, ഒരു സൈഡിലെ ട്രിഗർ ഉണ്ട്, അതിനെ അമക്കിയാ മതി, തുറന്നോളും. ഇവനെ കൊണ്ടുപോകൂ. ശിവ, ശിവ, എനിക്ക് ശിവ, ഈ രാക്ഷസൻ ജീവിയെ നീ വേണം തോപ്പിക്കാൻ. എനിക്ക് ശിവ, നീ അയാളെ കൊല്ലണം. സെറിബ്രോ, ഐഡിയ, എങ്ങനെയെങ്കിലും ശിവയെ ഒന്ന് രക്ഷിക്കൂ. അവനെ കൊണ്ടുവരൂ, തിരിച്ചു കൊണ്ടുവരൂ. നീ എന്താ ഇനി എണീക്കാത്ത? എണീക്ക് ശിവ. ശിവ, നീ ഇപ്പൊ എഴുന്നേ പറ്റൂ. എണീക്ക്. അങ്ങനെ നിന്നെ ചാവാൻ സമ്മതിക്കില്ല. എന്റെ ശക്തി എന്താണെന്ന് നീ ശരിക്കും കണ്ടേ പറ്റൂ. എണീക്ക്. പസിൽ, റിഡിൽ, വേഗം ഇവനെ എണീപ്പിക്ക്. ഈ ജീവയുടെ പ്രവർത്തനത്തിന്റെ തുടക്കം ഇവൻ കാണണം. രക്ഷയില്ലെന്ന് ഇവന് മനസ്സിലാവണം. ഇനി ഈ ജീവയാണ് യൂണിവേഴ്സ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ശിവയ്ക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല. ആരും ഉറക്കത്തിൽ ധരിപ്പിക്കണ്ടേ? വേഗം പറ. എടാ മണ്ട, മനുഷ്യന്മാരെയാടാ ഉറക്കത്തുനിന്ന് എണീപ്പിക്കേണ്ടത്. എങ്ങനെയാ എണിപ്പിക്കുക? ഓക്സിജൻ, ഓക്സിജൻ പാച്ച്, ജീവ സോഡസ്. സാൽവോ ജീവ, എന്താ? ഓപ്റ്റിക്സ് ഇസ് റെഡി ടു ഫയർ. കൊള്ളാം. നീ മിടുക്കനാ ഡോക്ടർ. ഓ ശിവ, നീ ഡോക്ടറെ പരിചയപ്പെട്ടില്ലല്ലേ? ഇതാണ് ഡോക്ടർ ട്വിസ്റ്റ്. നിന്നെ പോലത്തെ തന്നെ സ്മാർട്ട് മനുഷ്യനാണ്. കൃത്യസമയത്ത് മനുഷ്യരുടെ കൈവിടിഞ്ഞ് റോബോട്ടിന്റെ കൂട്ടത്തിൽ കൂടി അദ്ദേഹത്തിന് അറിയാം മനുഷ്യരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഐ എം പ്രൗഡ് ഓഫ് യു ഡോക്ടർ. ഹ്യൂമൻ റേസിനെ നശിപ്പിക്കാൻ വേണ്ടി നീ റോബോട്ട്സിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വെൽ ഡൺ. ഡോക്ടർ ട്വിസ്റ്റ്, ജീവിക്ക് ആ റിമോട്ട് കൊടുക്കരുത്. ഒരിക്കലും കൊടുക്കല്ലേ, പ്ലീസ്. It's too late, doctor.
ബൈ ബൈ. അഞ്ച് മിനിറ്റ് ഉണ്ട് കുട്ടി, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. ശിവ, ഇതാ പിടിച്ചോ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. Catch him! ഞാൻ ഉടനെ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ചെയ്യാം. ഇനി നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ശിവ. ഡോക്ടർ, ആദിനെ ലഡു സിംഗ് സാറിനെ ഒന്ന് ശരിയാക്കൂ. ഓക്കെ ശിവ, വാട്ട് നമ്പർ പറയൂ. ഞാനിപ്പോ ശരിയായി. എല്ലാരും വരൂ, വേഗം ഇവിടുന്ന് പോവാം. എന്റെ അപ്പോ ഈ ഹ്യൂമൻ റോബോട്ട് എവിടുന്നാ വന്നത്? എന്നെ വിട്, എന്നെ വിട്ടേക്ക്. ലഡു സിംഗ് സാർ, ആദിയോടൊപ്പം സെലിബ്രിയോടൊപ്പം വേഗം ഇവിടുന്ന് നിങ്ങൾ പോയിക്കോളൂ. വരൂ വരൂ, വേഗം വരൂ. ഗായ്സ്, ഓപ്റ്റിക്കിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആ ട്രിഗർ ചാമ്പറിലേക്ക് പോയേ പറ്റൂ. എന്നാൽ അവിടെ അപകടമുണ്ട് ശിവ. ഹ്യൂമൻ റേസിനെ സേഫ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ഡോക്ടർ. എന്റെ സൈക്കിൾ എല്ലാ കൊളാപ്സിംഗ് കോറിഡോറിനെയും ക്രോസ് ചെയ്യാനായിട്ട് എന്നെ തീർച്ചയായിട്ടും സഹായിക്കും. എനിക്കെന്ത് പേടി? കൊളാപ്സിബിൾ കോറിഡോർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും അപകടത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല ശിവ. ട്രിഗർ റൂമിൽ ഗ്രാവിറ്റി ഇല്ല, അതുകൊണ്ട് ഫ്ലോട്ടിംഗ് റിമോട്ട് കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇറ്റ്സ് വെരി റിസ്കി ശിവ. ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ഡോക്ടർ. ശരി, എന്നാൽ ഈ ഓക്സിജൻ മാസ്ക് നിന്നെ ശ്വാസം എടുക്കാൻ സഹായിക്കും. All the best, Shiva. Take care of yourself. താങ്ക്സ് രേവ. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, കേട്ടല്ലോ?
സാഹസ് ബോസ്. ഞങ്ങളെ രക്ഷിക്കൂ. നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല ബോസ്, ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങൾ ഓരോരുത്തരും യൂസ്ലെസ് തന്നെയാണ്. ഒരു മനുഷ്യക്കുട്ടിയെ പോലും പിടിക്കാൻ പറ്റില്ല. ഞാൻ ഒരുത്തൻ മതി ആ മനുഷ്യക്കുട്ടിയെ പിടിക്കാനായിട്ട്. നിങ്ങളെല്ലാം ചാക. ട്രിഗർ ചേംബറിന്റെ റൂഫ് നമുക്ക് തുറക്കാൻ കഴിയും. അതിന്റെ കോഡ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ അവിടുന്ന് ശിവയ്ക്ക് പുറത്തു പോകാൻ ഒരു വഴിയുണ്ടാകും. ഐഡിയ. ക്യാൻ യു ക്രാക്ക് ദ കോഡ്? അവൻ ശ്രമിക്കുമെന്നാണ് ഐഡിയ പറഞ്ഞത്. ശിവ, നിന്റെ കഥ തീരാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും ജീവയ്ക്ക് നിന്റെ ഒപ്പം ഡീല് വെക്കാൻ സമ്മതമാണ്. ശിവ, ആ ജീവ എന്ത് പറഞ്ഞാലും നീ അതിൽ വിശ്വസിക്കാതെ കേട്ടോ. ഞങ്ങൾക്കറിയാം നിനക്ക് എന്ത് സാധിക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ എന്നും നിന്റെ കൂടാ. ശിവയുടെ ഓക്സിജൻ മാസ്ക് എവിടെ പോയി? ആ വാതിലൊക്കെ പൊളിച്ചിട്ട് അവരകത്തേക്ക് വരും. അയ്യോ, നമ്മളപ്പോ എന്താ ചെയ്യാ? എല്ലാവരും വേഗം പിടിക്കൂ. നമുക്കിത് തടയണം. വീട്ടേക്ക് ഒന്നും ചെയ്യല്ലേ. വീട്ടേക്ക് എനിക്ക് പേടിയായിട്ടുണ്ട്. അനങ്ങി പോകരുത്. സാൽവോ ജീവ, ശിവയുടെ കൂട്ടുകാർ എല്ലാവരും ഞങ്ങൾ പിടിച്ചു.
വരൂ വരൂ, എല്ലാവർക്കും സ്വാഗതം. ഗെറ്റ് റെഡി. ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു. ഇതിനെ കുറിച്ച് മുമ്പൊന്നും കേട്ട് കാണില്ല, കണ്ടും കാണില്ല. ശിവ 45 സെക്കൻഡ്സിനുള്ളിൽ ഓക്രിഡ്സ് തന്റെ ടാർഗറ്റ് ഫയർ ചെയ്യാൻ പോകുന്നു. പിന്നെ മദർഷിപ്പ് ഒരു ഹിസ്റ്ററി ആയി മാറും. ആ വിഷവാതകത്തിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടും ശിവ? Calm down, ശിവ. Calm down. ഇത്രയും വലിയ മൊമെന്റ് നിന്നെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? Calm down. ശിവ, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. Mission failed. Mission failed. Mission failed. Mission failed. റെഡ് ബട്ടൺ അമർത്തിയാൽ ENP ട്രിഗർ ആകുന്നതായിരിക്കും. ശിവ, ഐഡിയ പറയുന്നത് മഷീൻ എല്ലാം അടഞ്ഞതുകൊണ്ട് ട്രിഗർ ചേമ്പർ റൂഫ് തുറക്കാൻ പറ്റില്ല. എന്താ ശിവ? ശിവ, ശിവ നീ അവിടെ ഉണ്ടോ? ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഐഡിയ പറയുന്നത് ജീവ സർക്കീസ് തകരുന്നതിന് മുമ്പേ അബദ്ധത്തിൽ റൂഫ് തുറക്കുന്ന ബട്ടൺ ആണ് ഞെക്കിയത്. ശിവ, ശിവ നീ അവിടെ ഉണ്ടോ? ശിവ, താങ്ക് യു ശിവ. ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടെ മുഴുവൻ ഹ്യൂമൻ റേസിനെയാണ് രക്ഷിച്ചത്. നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സാധിക്കില്ല. ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ എല്ലാ ഹ്യൂമൻസിനെയും ഞങ്ങൾ അവരുടെ പ്രസന്റ് ടൈമിലേക്ക് കൊണ്ടുവന്നിരിക്കും. അത് പിന്നീട് ശരിയാകുമോ? ടൈം ബാരിയർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവരെല്ലാവരും നോർമൽ ആയിക്കോളും. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പോർട്ടർ മൂടിയിരിക്കുകയാണ്. വേഗം വരൂ. ഇതെന്താ പറ്റിയത്?
നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. വേഗം തിരിച്ചു വരൂ സാറേ. ഈ പേടായി വിട്ട് സാറെ കൊണ്ടാ പോയത്. ആരത് ചെയ്തത്? എന്റെ സാറ് തിരിച്ചു വന്നോ? ലഡ്ഡുല്ലെങ്കിൽ പേട ഒറ്റയ്ക്ക് എന്ത് ചെയ്യും സാറേ? ഇനി ഒരിക്കലും എന്നെ വിട്ടേക്കോട്ട് പോകല്ലേ. എടോ പേടറാം, ഞാൻ എങ്ങോട്ടാ പോയത്? പോയത് ഈ പിള്ളേരല്ലേ ആ മൊബൈൽ ഗെയിം കളിച്ചത് കൊണ്ട്. താൻ എന്ത് ഓർമ്മയില ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്ന് പറ പേടാറാം, തനിക്ക് എന്തായി പറ്റിയത്? പറ. ശിവ, രോഹിത് ഏട്ടൻ എവിടെയാ പോയത്? നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? നോ രോഹിത് ഏട്ടാ. എടാ കുരുത്തങ്ങട്ട് ആദി, എന്റെ മൊബൈൽ ഫോൺ നീ എന്താ ചെയ്തേ? എന്റെ ഫേവറേറ്റ് ഗെയിം കാണാനില്ല നിന്നെ. അത് ചേട്ടാ, വളരെ പ്രസിദ്ധമായിരുന്ന മൊബൈൽ ഗെയിംസ് അവ സ്വയം മൊബൈലിൽ നിന്ന് ഇന്ന് കാണാതായിരിക്കുന്നു. ഇത് കണ്ടോ പേടാറാം? എന്റെ വടിയുടെ അടി പേടിച്ച് മൊബൈൽ ഗെയിം ഉണ്ടാക്കിയവരൊക്കെ അവരുടെ ഗെയിം തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാൽവോ ലഡ്ഡു സിംഗ് സാറോ? ഇത് എന്ത് ലാംഗ്വേജാ യൂടി പറ. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോകേണ്ടി വരും. Watch India's largest kids library only on Jio Hotstar. Download the app now.